പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. കെ കരുണാകരന്റെ മകൾ ബി.ജെ.പി. ക്യാമ്പിൽ എത്തിയതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് വിയർക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമായി പത്മജ വേണുഗോപാൽ മാറുമ്പോൾ കെ മുരളീധരൻ നിലപാട് ഉയർത്തിയാവും കോൺഗ്രസിന്റെ പ്രതിരോധം. നിരവധി മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA-മാരും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് BJP പാളയത്തിലെത്തിയവരുടെ കണക്ക് അങ്ങനെ നീളുകയാണ്. അതെല്ലാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കുഴപ്പമെന്ന ന്യായവാദമായിരുന്നു ഇന്നലെ വരെയും കേരളത്തിലെ കോൺഗ്രസിന്. ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ BJP-യുടെ ദേശീയ ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കേരളത്തിൽ കോൺഗ്രസിനെ പടുത്തുയർത്തിയ സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലാണ്. കഴിഞ്ഞ ദിവസം വരെ ഉയർത്തിയ ന്യായവാദങ്ങൾ കൊണ്ട് ഇനി പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ല. ഇതിനോടകം LDF കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നതാണ് LDF ഉയർത്തുന്ന പുതിയ പരിഹാസ മുദ്രാവാക്യം. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തിയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനല്ലായിരുന്നു എന്നൊരു പ്രതിരോധമുണ്ടായിരുന്നു. പത്മജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ദശാസന്ധിയെ കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പാർട്ടി വിട്ട സഹോദരിയെ തള്ളിപ്പറഞ്ഞ കെ മുരളീധരന്റെ നിലപാടുയർത്തി കോൺഗ്രസ് പ്രതിരോധ ശ്രമം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഈ പാർട്ടി മാറ്റം ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. 2 ആഴ്ചയ്ക്കപ്പുറം ആയുസ്സുള്ള വാർത്തയല്ല ഇതെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. എന്നാൽ സജീവ ചർച്ചയാക്കി LDF ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഈ വിഷയം നിലനിർത്തും. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഉന്നം വെച്ച് BJP-യുടെ ഓപ്പറേഷൻ താമരയും തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം.